ഗർഭചിത്രം ചെയ്തില്ലെങ്കിൽ എന്റെ ജീവിതം തകരുമെന്ന് രാഹുൽ. MLA സ്ഥാനം രാജിവെപ്പിക്കുമെന്ന് കോൺഗ്രസ്. രാജിവെക്കില്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. യൂത്ത് കോൺഗ്രസിൽ സ്ഥാനത്തിനായി കലാപം. എക്സ്പ്രസ് വാർത്തയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് KR. അശ്ലീല സംഭാഷണവും പലരുമായുള്ള അവിഹിത ആരോപണവും ഓരോ ദിവസവും അതിർവരമ്പുകളില്ലാതെ പുറത്തു വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മൊത്തമായി പെട്ടമട്ടാണ്. KPCCയിൽ നിന്നുള്ള പല പ്രമുഖരും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം മാത്രമല്ല MLA സ്ഥാനവും രാജിവെക്കണമെന്ന് ശക്തമായി തന്നെ ഉന്നയിച്ചിരിക്കുകയാണ്. അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിട്ടുണ്ട്, MLA സ്ഥാനം രാജിവെക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ലെന്നാണ് രാഹുൽ പറയുന്നത്. രാഹുലിനെ സഹായിക്കാറുള്ള VD സതീശനും മുതിർന്ന നേതാക്കളും MLA സ്ഥാനം രാജിവെക്കണമെന്ന നിലപാടിലാണ്. ജനങ്ങളോട് എന്ത് ന്യായീകരണം പറഞ്ഞാണ് രക്ഷപ്പെടുകയെന്നാണ് നേതാക്കൾ ചിന്തിക്കുന്നത്. ഒന്നോ രണ്ടോ ആരോപണമാണെങ്കിൽ, എന്തെങ്കിലും കള്ളം പറഞ്ഞാണെങ്കിൽ തടി തപ്പാം. ഇതങ്ങനെയാണോ? ഓരോ ദിവസവും പുതിയ പുതിയ വാർത്തകളല്ലേ വരുന്നത്. ഗർഭചിത്രം വരെ എത്തി. പോരാത്തതിന് അങ്ങ് ഡൽഹിയിൽ നിന്ന് വരെ രാഹുലിനെതിരെ മോശം അഭിപ്രായം പറഞ്ഞവരുണ്ടെന്ന് ആനി രാജയുടെ പ്രതികരണവും എത്തി. പരാതി പോലുമില്ലാതെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നുള്ള രാജി ഞങ്ങൾ വാങ്ങിയിരുന്നു. ഇനി കൂടിയാലോചനയ്ക്ക് ശേഷം MLA സ്ഥാനത്തെക്കുറിച്ച് മുഖം നോക്കാതെ നടപടി ഉണ്ടാകുമെന്ന് VD സതീശൻ തുറന്നു പറഞ്ഞു. അവസാനം കുറച്ചെങ്കിലും അനുകൂല നിലപാട് ഷാഫി പറമ്പലിന്റെ ഭാഗത്ത് നിന്ന് മാത്രമാണ്. തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പ് എത്തി നിൽക്കുമ്പോൾ മുഖം നോക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കിയാൽ കോൺഗ്രസിനും UDFനും ഇമേജിൽ ഉയർച്ച വരാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ അഭിപ്രായം. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ആരോപണം വന്നപ്പോൾ തന്നെ രാജിവെച്ചെന്ന നിലപാട് ഉയർത്തിക്കാട്ടി പ്രതിരോധിക്കാൻ രാഹുൽ ശ്രമിച്ചിരുന്നു. കോൺഗ്രസും അത്തരം പ്രവൃത്തിയെ ന്യായീകരിച്ചു. യുവനടി പരാതി കൊടുത്തുമില്ല. വിവാദം പതിയെ തണുത്തുവെന്ന് തോന്നിക്കുന്ന വിധമുള്ള അവസ്ഥ ജനിച്ചിരുന്നു. എന്നാൽ വീണ്ടും ചെയ്തു വെച്ച കോപ്രായങ്ങൾ തന്നെ തന്നെ തിരിഞ്ഞു കൊത്തുന്ന അവസ്ഥയിലേക്ക് എത്തി. ഇടുത്തി പോലെ ഗർഭചിത്രത്തിനായി പ്രേരിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ഓഡിയോ പുറത്തിറങ്ങി. ഓഡിയോ കേട്ടാൽ കാര്യങ്ങൾ വ്യക്തമാകും. ഇനി MLA സ്ഥാനം തുടരുകയെന്നതും ആരോപണമാണെന്ന് പറഞ്ഞ് തടിയൂരാനും രാഹുലിന് സാധിക്കില്ലെന്ന് ഉറപ്പായി. തന്നെ കുറിച്ച് ഞാൻ ആലോചിച്ചില്ലായിരുന്നെങ്കിലോ എന്റെ സുഹൃത്തുക്കളുടെ അടുത്ത് എനിക്ക് ഇപ്പോഴോ തന്നോട് പേര് പറയായിരുന്നു. അവരെത്രയോ വട്ടം എന്നോട് ചോദിച്ചു എന്നറിയോ. പറയ് ഇത്രയും ദിവസമായിട്ട് പറഞ്ഞില്ലല്ലോ. തന്റെ ടെമ്പർ തെറ്റുമ്പോ തനിക്ക് എന്തേലുമൊക്കെ വിളിച്ചു പറയാൻ പറ്റുന്ന ഒരു വസ്തു ഒന്നും അല്ല ഞാൻ, കേട്ടോ. താൻ എന്റെ ടെമ്പർ തെറ്റിച്ചതാണ്. ഇപ്പൊ ഞാൻ വളരെ സമാധാനപരമായിട്ടാണ് തന്നോട് സംസാരിച്ചിട്ടുള്ളത്. ഈ നിമിഷം വരെ ഞാൻ തന്നെ ഒരു ചീത്തയും വിളിച്ചിട്ടില്ല, മോശമായിട്ടൊരു വാക്ക് ഞാൻ തന്നെ വിളിച്ചിട്ടില്ല. 10 വട്ടം എനിക്ക് വിളിക്കാനുള്ള അവസരമുണ്ട്, പക്ഷെ ഞാനത് വിളിക്കുന്നില്ല. എന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞ ഒരു പോട്ടെ, താൻ എന്റെ കൂടെ എന്തായിരുന്നു താൻ വിചാരിക്കണ്ട. ഒരു പെണ്ണാണല്ലോ. ഇതാണോ തന്റെ ആദർശം? വലിയ ആദർശമാണോ ഇതൊക്കെയാണോ ആദർശം? ലൈഫിൽ കൊണ്ടുപോകണോ ആദർശം? ഞാൻ അതിനോട് ഒരിക്കലും ഒരു തെറ്റ് ചെയ്യില്ല. താൻ ചെയ്യുന്ന തെറ്റ് ഞാൻ അതിനോട് ചെയ്യില്ല. ഞാനത് മാനേജ് ചെയ്തോളാന്ന് പറഞ്ഞാൽ താൻ ഇങ്ങനെ കളിക്കുന്നു. അതുണ്ടായതിനു ശേഷം എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ. ഞാൻ കൊണ്ടുവരത്തില്ല. അതിന് സേഫ് ആക്കും. ഇവിടെ കൊണ്ടുവന്ന് താൻ കൊന്നു കളയെന്ന് എനിക്കറിയാം. സിനിമ ഇത്രയും കണ്ടോണ്ടിരുന്ന സിനിമയായിരുന്നല്ലോ. ബാക്കിയുള്ളവരുടെ ഇമോഷൻസ് ഒന്നും താൻ ഇത്രയും ഭയങ്കര പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരാള് സമ്മതിച്ചു. ബാക്കിയുള്ള സ്ത്രീകളുടെ മനസ്സോ അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസോ അവരെന്താണ് ചിന്തിക്കുന്നത്, അവർക്ക് എന്ത് ബോണ്ടിങ് ആണ് ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ ഉണ്ടാകുന്നത്, അതൊന്നും തനിക്കറിയണ്ട. തനിക്ക് തന്റെ ഫ്യൂച്ചർ, തന്റെ ജീവിതം, തന്റെ കാര്യം, എല്ലാം തന്റെ കാര്യം. അത് മാത്രം.
ഞാൻ എന്റെ ഏറ്റവും വലിയ എന്റെ നാട്ടിൽ നിൽക്കാൻ പോലും പറ്റാഞ്ഞിട്ട് വേറൊരു സ്ഥലത്ത് പോയി നിൽക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉറപ്പായിട്ടും എനിക്ക് ഇനിയിപ്പോ ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ എന്നെക്കാളും ഇമ്പോർട്ടൻസ് ഞാൻ എന്റെ ലൈഫിൽ വരുന്ന ഒരു കുഞ്ഞിന് കൊടുക്കുന്നുണ്ട്. അത് എന്റെ സ്നേഹമാണ്, തന്റെ പോലത്തെ സ്നേഹമല്ല. അത് ഞാൻ നോക്കിക്കോളാം. എനിക്ക് നല്ല അന്തസ്സായിട്ട് തന്നെ വളർത്താൻ പറ്റും. തന്റെ ഒരു സഹായം അതിന് ആവശ്യമില്ല. ഭ്രാന്ത് ഉണ്ടാക്കി തന്നിട്ട് ഇനിയിപ്പോ ഞാൻ എന്ത് ഭ്രാന്ത് കാണിക്കുന്നു? തന്നോട് എന്താണോ ചെയ്തത്? താനല്ലേ എന്നോട് ചെയ്യുന്നത്. താൻ ഇങ്ങനെയൊന്നും ചെയ്യരുത്. ഇതൊക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്നതും മനുഷ്യരാണെന്നുള്ള ചിന്ത വേണം എപ്പോഴും. ഞാൻ എന്ത് ചെയ്തെന്നാണോ പറയുന്നത്? ഞാൻ ഇപ്പൊ ചെയ്യുന്നത് എന്റെ മനുഷ്യത്വത്തിന് എന്റെ ശരിയാണ്. അത് തന്നെ ഒരിക്കലും ബാധിക്കാൻ വേണ്ടിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? തന്റെ ലൈഫ് തകരത്തില്ല. തന്റെ ലൈഫ് തകരത്തില്ല. എടാ ഞാൻ ഒരു പണിയും ചെയ്യില്ല. തനിക്കൊരു പ്രശ്നം ഉണ്ടാവുന്ന രീതിയിൽ ഞാൻ മുന്നോട്ട് പോയില്ല എന്ന് പറഞ്ഞല്ലോ. എന്തിനാ എന്നെ സ്നേഹം കൊണ്ടല്ല താൻ കാണാൻ വരുന്നതെന്ന് എനിക്കറിയാം. എനിക്ക് നല്ലപോലെ അറിയാം. തന്റെ ടെൻഷൻ മാറി കിട്ടണം. അതിന് ഞാനൊരു വസ്തുവാണ്. എന്നിട്ട് എന്തെങ്കിലും കലക്കി തന്ന് കൊല്ലാനാണോ? എനിക്ക് കൊന്നേരം അതാ തനിക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യമല്ലേ? എന്നിട്ട് താനങ്ങ് മിടുക്കനായിട്ടങ്ങ് പോവോ കൊന്നിട്ട്? താൻ എന്താ ചേച്ചി? തനിക്ക് കൊല്ലാനാണ് തോന്നിയെങ്കിൽ താൻ കൊല്ല്. ഇത്തിരി ഇല്ലാതെ ഒത്തിരി നാറത്തില്ലല്ലോ എന്ന് വെള്ളാപ്പള്ളി നടേശൻ തുറന്നടിച്ചു. രാഷ്ട്രീയത്തിലും പൊതുപ്രവർത്തനത്തിലായാലും സ്വഭാവശുദ്ധി വേണമെന്ന് അദ്ദേഹം പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിലിന് സ്വഭാവശുദ്ധി അശേഷമില്ലെന്നും ചെല്ലുന്നിടത്തെല്ലാം മുട്ടയിട്ട് നടക്കുന്ന രാഷ്ട്രീയക്കാരനാണെന്നും വെള്ളാപ്പള്ളി പരിഹസിച്ച് പറഞ്ഞിട്ടുണ്ട്. വലിയ കൊമ്പനായി നടന്ന ആൾ കൊമ്പും കാലും ഒടിഞ്ഞു ഒടുവിൽ MLA സ്ഥാനവും ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലെത്തിയെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന ആവശ്യവുമായി പ്രതീകാത്മകമായി കോഴികളുമായി മഹിളാ മോർച്ച പ്രവർത്തകർ നടത്തിയ മാർച്ചിനിടെ കോഴി ചത്തതുമായി ബന്ധപ്പെട്ട് ജന്തുദ്രോഹ നിവാരണ കുറ്റം ചേർത്ത് കേസെടുക്കണമെന്ന് SPCA മെമ്പറായ ഹരിദാസ് ആനിമൽ വെൽഫെയർ ബോർഡിനും മൃഗസംരക്ഷണ വകുപ്പിനും SP-ക്കും പരാതി നൽകിയിട്ടുമുണ്ട്. എന്തു ചെയ്യാം? ഈ കേസിലെങ്ങാനും അകത്തായാൽ ആകെ നാണക്കേടാകും. രാഹുൽ വിവാദങ്ങളിൽപ്പെട്ടതോടെയാണ് വിവിധ സംഘടനകൾ കോഴിയെ ഉയർത്തിക്കാട്ടിയുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയത്. യൂത്ത് കോൺഗ്രസിൽ നിന്ന് തന്നെ നിരവധി പരാതികൾ രാഹുലിനെതിരെ വന്നിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിലെ പ്രവർത്തകരിൽ പലർക്കും രാഹുലിൽ നിന്ന് മോശം പെരുമാറ്റം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള പെൺകുട്ടികളിൽ ചിലർ പ്രവർത്തനങ്ങളിൽ നിന്നും പൂർണ്ണമായി മാറി നിൽക്കുകയും ചെയ്തു. ഇതുപോലെ മാന്യമായി ഇടപെടാത്തവനെ ചുമക്കേണ്ട ആവശ്യം നമുക്കില്ലെന്നും യൂത്ത് നേതാക്കളിൽ പ്രധാനികൾ അഭിപ്രായപ്പെട്ടു. ഇനി നമുക്ക് കാണാനാവുക മറ്റൊന്നാണ്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ആരാണ് വരിക? അവിടെ എത്താൻ എത്ര വെട്ടിനിരത്തലുകൾ ആവശ്യമാണ്? ആരെയൊക്കെ തള്ളി താഴെയിട്ടാലാണ് ആ കസേരയിൽ ഒന്ന് ഇരിക്കാനാവുക? വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിക്കാണ് മുൻതൂക്കമെങ്കിലും രാഹുലിന്റെ അധപതനത്തിന് ചരട് വലിച്ച കട്ടപ്പയാണ് അബിൻ എന്ന് ചിലർ. അബിന്റെ കടന്നുവരവിനെ പ്രതിരോധിക്കാനാണ് ഇത്തരം പ്രചാരണമെന്ന് മറ്റു വിഭാഗം. കസേരകളി തുടരുന്നു. ഇതുപോലെ എത്ര കസേരകളിക്ക് ശേഷമായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ സ്ഥാനങ്ങളിൽ എത്തിയത്? കസേരകളിയിൽ രാഹുലിനെ അനുകരിക്കാം, എന്നാൽ പ്രവൃത്തിയിൽ രാഹുലിനെ അനുകരിക്കാതെ സൂക്ഷിക്കുക. പൊതുജനം കഴുതയല്ല, പ്രതികരിക്കും. പ്രതികരിച്ചാൽ തിരിച്ചു വരാനാവില്ല. അടുത്ത എപ്പിസോഡിൽ കാണും വരെ നന്ദി, നമസ്കാരം.